അപ്പൊ താങ്ക് യു പറയണ്ട. ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ ഇന്നാണ് ശരിക്കുള്ള ഇവരുടെ ബർത്ത്ഡേ ഡേറ്റ് വരുന്നത്. അപ്പോൾ അന്ന് രാവിലെ തന്നെ സർപ്രൈസായിട്ട് ഞങ്ങൾക്കൊരു സംഭവം കിട്ടി, ഗിഫ്റ്റ്. അതാരാണ് തന്നതെന്നൊന്നും ഞങ്ങൾക്ക് അന്നേരം മനസ്സിലായില്ലായിരുന്നു. പക്ഷേ ഞങ്ങൾ വാതിൽ തുറന്ന് നോക്കിയപ്പോൾ സർപ്രൈസ് ഗിഫ്റ്റൊക്കെ പിടിച്ചിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആരാണിത് തന്നു വിട്ടതെന്നൊന്നും അപ്പം അറിയില്ല. എന്തായാലും ഗിഫ്റ്റ് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ് തന്നു. അപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചു. അവസാനം ആണ് ആൾ റിവീൽ ചെയ്തത് കേട്ടോ ആരാന്നൊക്കെ. അപ്പോൾ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു. ഉണ്ണികളെ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ ഗിഫ്റ്റൊക്കെ വാങ്ങിപ്പിച്ച് അവരെ കൊണ്ട് തന്നെ എന്നിട്ട് അവർ വിഷ് ചെയ്തു. അപ്പൂസ് ഈ ഫോട്ടോയിലേക്ക് നോക്കുന്നുണ്ട്, ഇത് കേക്കിലേക്ക് നോക്കുന്നത് എന്താ സംഭവം. അവരിവിടെ ഇല്ലല്ലോ, അവര് വരാണ്ട് എങ്ങനെ ഗിഫ്റ്റ് തന്നു വിടാൻ പറ്റാന്നൊക്കെയാണ് കുട്ടി ആലോചിക്കുന്നത്. ഗിഫ്റ്റ് കിട്ടിയ സന്തോഷത്തിലായിരുന്നു അന്നത്തെ ദിവസം മൊത്തം. അത് നിലത്ത് വെച്ചിട്ടില്ല ആ ഗിഫ്റ്റുകളൊന്നും. വാട്ടർ ബോട്ടില്, അപ്പനും കുട്ടൂനുള്ള വാട്ടർ ബോട്ടിൽ. അമ്പോ സൂപ്പർ സൂപ്പർ. ആന്റിയും താങ്ക് യു പറഞ്ഞ. അങ്ങനെ ഈവനിങ് ആയപ്പോൾ ചേട്ടൻ വന്ന് കേക്കൊക്കെ കട്ട് ചെയ്ത് അതിനുശേഷം ഞങ്ങൾ പള്ളിയിൽ പോവാണ്. അപ്പോൾ പുതിയൊക്കെ ഡ്രസ്സ് ഇട്ടിട്ട് പള്ളിയിലേക്ക് പോവാണ്. കയറിയിരിക്കുക. എങ്ങോട്ട് പോണ അറിയില്ലേ? പള്ളിക്ക്. അങ്ങനെ കുർബാനയൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അതിനുശേഷം നമ്മൾ കാരാമയിൽ പോയി. അവിടെ ചേട്ടൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാനുണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ടിനെയൊക്കെ കണ്ട് ഫ്രണ്ടായിട്ട് നമുക്ക് വന്നിട്ട് ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ ആരാമം റെസ്റ്റോറൻറ്റിലേക്കാണ് വന്നിരിക്കുന്നത്. നല്ല ആംബിയൻസ് ആണ് കേട്ടോ അവിടേക്ക്, നല്ല കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ആരാമം റെസ്റ്റോറൻറ്റിലേക്ക് വന്നിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പോഴേക്കും അവർക്ക് ഉറക്കമൊക്കെ വന്ന് തുടങ്ങി. ലേറ്റായിരുന്നു. അപ്പോൾ ഉറക്കമൊക്കെ വന്നിട്ട് ആകെ ഇതായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഭക്ഷണമൊക്കെ കഴിച്ചു. ഭക്ഷണം വന്നപ്പോൾ അവർ ഉഷാറായി. ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളതേ വീട്ടിൽ തിരിച്ചു പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. ചെറിയൊരു സെലിബ്രേഷനും കാര്യങ്ങളായിരുന്നു ബർത്ത്ഡേയുടെ. ഇനി നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. അതുവരേക്കും ബൈ.